ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത് കോട്ടയത്തെ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു ഭാഗത്ത്, കേരള കോൺഗ്രസ് മാണി വിഭാഗം മറ്റൊരു ഭാഗത്ത്, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മോൻസി ജോസഫിനോട് പിണങ്ങി സജി മഞ്ഞക്കടമ്പിൽ എന്ന ജോസഫ് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രൂപീകരിച്ച പുതിയ ഒരു പാർട്ടി. ആ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് BJPക്ക് കൈകൊടുക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അവർ ആ കാലയളവിൽ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിനെ പരിഗണിക്കുന്നു എന്ന വാർത്ത, അല്ലെങ്കിൽ NDAയുടെ ഭാഗമായി മാറുകയാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന വാർത്ത എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സജി മഞ്ഞക്കടമ്പിൽ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുവാൻ കോട്ടയത്തെ വിവിധ കേന്ദ്രങ്ങളിൽ തന്റെ പ്രവർത്തകർക്ക്, അനുയായികൾക്ക് ലഡ്ഡു വിതരണം അടക്കമുള്ളവ ചെയ്തിരിക്കുന്നു. സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ NDAയുടെ ഘടകകക്ഷിയായി മാറിയതിൽ തികഞ്ഞ സന്തോഷമുണ്ട് സജി മഞ്ഞക്കടമ്പിൽ അടക്കമുള്ള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കന്മാർക്ക്. ഇവിടെ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം LDFനോടൊപ്പം കേരള കോൺഗ്രസ് ഉണ്ട്, UDFനോടൊപ്പം കേരള കോൺഗ്രസ് ഉണ്ട്, ഇപ്പോൾ BJPയോടൊപ്പം അല്ലെങ്കിൽ NDAയോടൊപ്പവും കേരള കോൺഗ്രസ് ഒരു ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് കോട്ടയത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ കേരള കോൺഗ്രസ് വിഭാഗത്തിൽ ഏറ്റവും ശക്തർ ആരാണ് എന്നുള്ളതാണ്. തരംഗത്തിന്റെ പുറത്താണ് കോട്ടയത്ത് ഇടുക്കിക്കാരനായ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു വന്നത് എന്ന കാരണങ്ങളൊക്കെയാണ് ഇടതുപക്ഷ പാളയത്ത് നിന്ന് കാര്യമായി വരുന്നത്. എന്നാലും അവിടെ UDFനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ സിറ്റിംഗ് MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നിരുന്നതാണ്. എന്നാൽ ആ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടതിന്റെ കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതൃയോഗത്തിൽ തുറന്നു പറഞ്ഞപ്പോഴും അതൊന്നും LDF യോഗത്തിൽ പറയേണ്ട എന്നായിരുന്നു ചെയർമാനായ ജോസ് കെ മാണിയുടെ തീരുമാനം. ആ തീരുമാനത്തിന് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു തോമസ് ചാഴിക്കാടന് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തങ്ങൾ സ്വീകരിക്കും എന്ന് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കുന്നത്. തോമസ് ചാഴിക്കാടനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുവാൻ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി സന്നദ്ധരാണ്. അദ്ദേഹം NDAയോടൊപ്പം തുടർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധ പ്രകടിപ്പിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യും. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും അല്ല മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരെയും എല്ലാം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ ഭാഗമായി NDAയിൽ ലയിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് സജി മഞ്ഞക്കടമ്പിൽ M5 ന്യൂസിനോട് വ്യക്തമാക്കിയത്. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടന് കേരള കോൺഗ്രസ് എമ്മിനകത്തും വലിയ പ്രാധാന്യമില്ല. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ കാര്യമായി മാനിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഡെമോക്രാറ്റിക്കിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഡെമോക്രാറ്റിക്കിലേക്ക് അദ്ദേഹത്തെ നല്ല ആര് വന്നാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും, ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും, മാന്യമായി അക്കോമഡേറ്റ് ചെയ്യും, ഒരു സംശയമില്ല. അദ്ദേഹത്തെ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, വിവിധ കേരള കോൺഗ്രസിൽപ്പെട്ട അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നിരവധി നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയെ NDAയുടെ ഭാഗമാക്കിയതിനു ശേഷം ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആര് വന്നാലും അവരെ ഞങ്ങൾ സ്വീകരിക്കും, അവർക്ക് മാന്യമായി അവരെ ഞങ്ങൾ പരിഗണിക്കും, ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കാരണം കൂടി വീണ്ടും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് ഏവർക്കും അറിയാമായിരുന്നു. ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ വികസന രംഗത്ത് മാറ്റം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ NDAയ്ക്കൊപ്പം NDAയുടെ ശക്തിപ്പെടുത്താനായി, കേരളത്തിൽ NDA ശക്തിപ്പെടുത്താനായി വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ മാറ്റം ഇവിടെ ദർശിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തില് BJPയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി, അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 3 സീറ്റുകളിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ NDAയ്ക്ക് സാധിച്ചതോടുകൂടി വലിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ ഭാഗമാകാൻ കേരള കോൺഗ്രസിന് കൂടി സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ പാർട്ടിക്ക് ജനപിന്തുണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനപിന്തുണ ഉണ്ട്. കാരണം ഇന്ന് കാർഷിക മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടാറുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് റബ്ബർ തന്റെ വിലയിടിവൊക്കെ പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റബ്ബറിന് അല്പം വില വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പൊ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും
കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചതും ഞങ്ങൾ NDAയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചതും ഇപ്പോൾ ആയിരിക്കുന്നതും. കാർഷിക വിഷയങ്ങൾ നമുക്കറിയാം, പ്രധാനമായിട്ട് വന്യമൃഗ ആക്രമണം അത് തടയേണ്ടതുണ്ട്, അതുപോലെ തെരുവുനായ ആക്രമണം അതിനെ നമുക്ക് തടയേണ്ടതുണ്ട്. ഈ വിഷയങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിയമ ഭേദഗതികളിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിലേക്കുള്ള സമ്മർദ്ദം തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ചെലുത്തും. എന്തുകൊണ്ട് NDA തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി, തുടർന്ന് ഇനി അങ്ങോട്ട് കേന്ദ്രം ഭരിക്കുവാൻ പോകുന്നത് BJP സർക്കാരായിരിക്കും. ആ NDAയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും കോട്ടയത്തെ ജനതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ നേതാവായ സജി മഞ്ഞക്കടമ്പിൽ വിശ്വസിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും കേരളത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തുകയും ചെയ്യും. ആ ഗവൺമെന്റ് ഒരുപക്ഷെ അടുത്ത തവണ BJP ആയിരുന്നിരിക്കില്ല. പക്ഷേ BJP ശക്തമായ പ്രതിപക്ഷമായി എങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കാലങ്ങളായി BJPയോടുണ്ടായിരുന്ന ജനങ്ങൾക്കുള്ള ഒരു ഭയം മാറിയിരിക്കുന്നു. BJP ഒരു ഹിന്ദു ഭൂരിപക്ഷത്തെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്ന ചിന്തകളെയൊക്കെ മാറ്റിമറിക്കുവാൻ BJPക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5%-ലേറെ ക്രൈസ്തവ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പലിനെ പോലെ കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് NDAയോടൊപ്പം ചേരുമ്പോൾ അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾക്കുള്ളിൽ വലിയ സ്വാധീനം ഇനിയും ചെലുത്തുവാൻ BJPക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മലയോര കർഷകരെയും ചേർത്ത് നിർത്തുവാൻ BJPക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് NDAയോടൊപ്പം ചേരുമ്പോൾ അവർക്കുള്ള ആത്മവിശ്വാസവും. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇപ്പോൾ NDAയോടൊപ്പം ചേരുന്നു. അവരത് ഉറപ്പിക്കുന്നു. NDAയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് മാറുന്നു. ഇനി സജി മഞ്ഞക്കടമ്പിലിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ നേതൃത്വത്തിൽ കോട്ടയം അടക്കമുള്ള മലയോര കർഷകർ നിരവധിയുള്ള മേഖലകളിലെല്ലാം ശക്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും പിന്തുണ നൽകുവാൻ തന്നെയാണ് സജി മഞ്ഞക്കടമ്പിലിന്റെയും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെയും തീരുമാനം.